പിന്നെ നമ്മളിതാ അച്ഛനും മോളെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ അച്ഛനും മോളെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തോ പറയുന്നത്, പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു അതെ ഒരു സമയത്ത് ഞങ്ങളുടെ കളി തന്നെ ഇതായിരുന്നു. ഇതൊക്കെ എന്തെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കിതൊരു നമ്മുടെ ജീവവായു എന്ന് പറയാം. കാരണം അത്രയ്ക്ക് നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു അന്ന്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു കളിപ്പാട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിത് ഉണ്ടാക്കുന്നതിന് കുട്ടിച്ചി എന്നാണ് കേട്ടോ പറയാം. അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ അച്ഛനമ്മ പിള്ളേർ അങ്ങനെ കളിക്കുന്നില്ല, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ കുട്ടിച്ച് കളിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് നമ്മൾ ഇതിനെന്ത് ബൊമ്പിളി അല്ലേ, ബൊമ്പിളി എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് മുളന്റെ ഇത് കീറി എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കാരണം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഓരോരോ എത്ര നീളം വേണം അതിനൊക്കെ അനുസരിച്ച് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടിച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടിച്ച് ഉണ്ടാക്കാം. നമുക്ക് കളർഫുള്ളായ തുണികളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അച്ഛന് വെള്ളമുണ്ട്, അപ്പോൾ മാളും അച്ഛൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞിനാക്കാം. പെൺകുട്ടീൻ്റെ രൂപമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇത്രക്കൊന്നും തുണിയുടെ ആവശ്യമില്ല. ഇത് നല്ല വർക്കലുള്ള ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. മുമ്പ് എല്ലാവർക്കും ഓരോരോ കവറിന് ഉണ്ടാവും കുട്ടിച്ചാക്കി വെച്ചിട്ടല്ലേ, അച്ഛനമ്മ നല്ല ആക്കി വെച്ചിട്ടുണ്ടാവും. നമുക്കിത് മുറിക്കാം. ഈ വർക്കുള്ളത് എടുക്കാം കേട്ടോ. ഒരു കത്രിക മതിയായിരുന്നല്ലേ, അടുത്താൽ മതിയായിരുന്നു. നമുക്ക് പാവക്കുട്ടികളെ വാങ്ങിച്ച് തരുന്നത് കുറവല്ലേ. ആ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനത്തെ കളിപ്പാട്ടങ്ങളാണ് ഉണ്ടാക്കി തരിക. ഇതിനെ വെച്ച് ഞങ്ങൾ മണ്ണിൽ വീടൊക്കെ കെട്ടി ഇങ്ങനെ തന്നെ കളിക്കും. അച്ഛനെ മുണ്ട് ഉടുപ്പിച്ചിട്ട് അത് കാണിക്കുവാളൂ. ഇതാ അച്ഛൻ്റെ മുണ്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ഷർട്ട്, അച്ഛന് നീല ഷർട്ട് കൊടുക്കണം. കുഞ്ഞിക്ക് നീല കുപ്പായാണ്. അമ്മച്ചിക്ക് നീലാക്കാം. മൂക്ക് മാത്രം ഗ്രാൻഡ് ബ്ലൗസ് ഈരോടാക്കി എന്നോട് ആ റോസ് ഇത് നെറ്റോടാ. അത് പാവാടാക്കണേ, അത് പാവാട ഉപ്പായാക്കിയാൽ മതിയായിരുന്നല്ലോ. എന്തോ കോമ്പിനേഷൻ ആളു. ബ്ലൗസ് അല്ലേ വർക്കുള്ളത് വേണ്ടത്. ഇത് ശരിക്കും കുഞ്ഞിക്കൊരു ബ്ലൗസ് കൊടുക്കുന്ന പോലെയാണ് ഇപ്പോൾ നമ്മുടെ ഡയലോഗ്. നമുക്കിത് നൂലോട് കെട്ടി വെക്കണം കേട്ടോ. ഇത് മുറിക്കും വേണം. ഇത് ഇത് പാളി നമ്മൾ അടുത്തൊടുപ്പ് വാങ്ങിക്കും, അല്ലാതെ വേറെ വഴിയില്ല. ഇത് വേണമായിരുന്നു അല്ലേ നൂല് നീല. പണ്ടെല്ലാവരും ഭയങ്കരമായ കുട്ടിച്ച് കെട്ടലായിരുന്നു. ചിലവരിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല മുടിയെല്ലാം വെക്കും ഞങ്ങൾ. കറുത്ത നമ്മുടെ ഇതില്ലേ കറുത്ത സ്വാമിമാരെ കറുത്ത തുണി ഉണ്ടാവുമല്ലോ, അതിൻ്റെ നൂലിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തിട്ട് നല്ല കട്ടിയുള്ള മുടിയെല്ലാം ആക്കും ഞങ്ങൾ. അച്ഛനും മുറിയും ബ്ലൗസ് ആവും. അയ്യേ അത്രക്കൊന്നും പോരാ മാളൂ. അത് കറുപ്പോ അച്ഛന് ഈ ഉപ്പായാണ് പറ്റണം. ഇത് പറ്റും നമ്മൾ ഉണ്ടച്ചമ്മ ഇട്ടിട്ടാ എല്ലാ വീട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും ഉണ്ടച്ചമ്മ ഉണ്ടാവും. ഉണ്ടച്ചമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോയിൽ വരുന്നതിന്. നമുക്ക് മോക്ക് നെറ്റിന്റെ പാവാടയാണ് കേട്ടോ. ഇത് ഇവിടുന്ന് ഒരു കഷ്ണം കിട്ടിയ ഈ പാവാട നമ്മൾ വിചാരിച്ചിട്ടും കൂടെയല്ല, പക്ഷെ അതിപ്പോൾ നമുക്ക് യാദൃശ്ചികമായി കിട്ടിയ പാവാടയാണ്. നമുക്ക് നെറ്റിന്റെ പാവാട ആക്കി കൊടുക്കാം മോക്ക്. വർക്ക് ബ്ലൗസും നെറ്റ് പാവാടയും അത്ര മതിയാണോ ഷർട്ട്? അപ്പൊ ചോന്ന ഈ ഒറ്റക്കുപ്പത്തേക്ക് ഈ റോസല്ല നല്ലത് കുപ്പായം. ഈ വയറിൻ്റെ അടുക്കും നമ്മൾക്ക് ഇങ്ങനെ പാവാടൻ്റെ ഞൊറിവുള്ള പോലെ നമ്മൾ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. പ്ലീറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ മുമ്പിൽ ഇരുന്നിട്ട് കാര്യമല്ലോ, പ്ലീറ്റിന് മുമ്പിൽ വരുന്നത്. എൻ്റെ മോള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോൾക്ക് ആദ്യം പാവാട ഉടുപ്പിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ബ്ലൗസ് ഉടുപ്പിക്കേണ്ടത്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, അത് ഞാൻ സമ്മതിക്കുന്നു. എന്തെങ്കിലും കെണി ചെയ്യാൻ പറ്റുമോ നോക്കും. മാളു എങ്ങനെയുണ്ട് ഈ ഐഡിയ? ഇത്ര പറയണ്ട ചന പിന്നെ മുമ്പെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നിടത്തെല്ലാം പോയി നല്ല നല്ല തുണികളെല്ലാം പെറുക്കിക്കൊണ്ടെന്ന് അങ്ങനെ ചെയ്യും. നമ്മുടെ മകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അച്ഛനമ്മ റെഡി ആയി വന്നാൽ ടൂറ് പോകല്ലോ. അതെ, അങ്ങനൊക്കെ ആയിരുന്നു പണ്ടത്തെ കളിയാണല്ലേ. ഇതാണ് കേട്ടോ മകള്. ഇനിയിപ്പോൾ അമ്മ വരും. ഇതാണ് നമ്മുടെ മോള്. ഇനി അമ്മ വരും. അമ്മ സാരി ഉടുക്കണം, എന്നിട്ടേ വരാൻ പറ്റും. മോള് പിടിക്കട്ടെ. ഇത് അമ്മേൻ്റെ ആവും. അമ്മേനെ സാരി ഉടുപ്പിക്കും. അച്ഛൻ മുന്നൂറ്റി 2 മണിക്കൂറായി നിൽക്കുന്നത്. അമ്മേൻ്റെ ബ്ലൗസ് ഏത്? അച്ഛന് നമുക്ക് പീച്ച് കളർ ഇത് കൊടുക്കാം. അമ്മേൻ്റെ ബ്ലൗസ് ഏത്? അച്ഛൻ അമ്മക്ക് ഇതിട്, നീലെട്. ഈ സാരിയാ? നീല സാരി, ഓറഞ്ച് സാരിയും നീല ബ്ലൗസും അമ്മക്ക്. ശരിക്കും നമുക്ക് ഒടുവിൽ നമ്മൾ കുറ്റസമ്മതം നടത്തേണ്ടി വരുമോ? അച്ഛൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് നിമിഷങ്ങൾക്കൊക്കെ അച്ഛൻ റെഡിയാവും. അച്ഛൻ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞ ഉടനെ അമ്മയുടെ രംഗത്ത് അതാ ഇത്
കോട്ടൻ്റെ വേണം, കോട്ടൻ്റെ നമ്മൾ ഇതെങ്ങനെയുണ്ട് അത് കാണിക്കോളൂ. അമ്മ ഒരു അമ്മയുടെ ബ്ലൗസ് ഫ്രണ്ടിൽ നമ്മൾ വെച്ച് കെട്ടുണ്ട് കേട്ടോ, പാടടാക്കിയിട്ടുണ്ട്. കാരണം ഫ്രണ്ട് കുറച്ച് അറിയണമല്ലോ, അമ്മ എന്നറിയാൻ വേണ്ടിയിട്ട്. പെട്ടെന്നൊക്കെ നമ്മൾ അങ്ങനെ വെക്കൂട്ടോ, നമ്മൾ ഫ്രണ്ട് ഇങ്ങനെയുള്ളത് വെക്കും. അങ്ങനെ അച്ഛന് 3ാമത്തെ ഡ്രസ്സാണ് ഷർട്ട് ഇഷ്ടപ്പെടാത്തോട് മാറ്റിയിട്ട് അച്ഛന് 3ാമത്തെ ഷർട്ടാണ് അച്ഛന് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ അച്ഛൻ റെഡി. ഞാൻ അച്ഛൻ ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടോ? ക്യാമറ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ അച്ഛന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ആദ്യം നീല ഷർട്ട് ഇട്ട് കൊടുത്തു, അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മളിതാ അച്ഛന് മോളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ അച്ഛനെ മോളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡി ആക്കട്ടെ, അമ്മ റെഡി ആയി വന്നിട്ട് ഇവരെ അമ്മക്ക് സാരി, അത് മാളുടുപ്പിക്കും. സാരി ഉടുത്ത് ശരിയല്ലെങ്കിൽ പാവാടയും ബ്ലൗസും മോഡലമ്മയാവും ഇപ്പോൾ. നമ്മുടെ മുമ്പത്തെ മെയിൻ കളി പെൺപിള്ളേർക്കുള്ള കളിയാണ് ഇത്, കുട്ടിച്ച് കളി. വീടെല്ലാക്കിയിട്ട് നമ്മളിങ്ങനെ കളിക്കും. ആണ് പിള്ളേർക്ക് പറഞ്ഞ പണി, ആണ് പിള്ളേരെ പന്ത് കളിക്കല്, എന്തെങ്കിലും വണ്ടി ഓടിച്ച ടയർ വണ്ടി അങ്ങനത്തെ എല്ലാം അവർ കളിക്കല്. വില്ല് ആക്കും, മുളന്റെ വില്ല് ഇതെല്ലാക്കും, അങ്ങനെയല്ലാന്ന് അവർ കളിക്കുന്നത്. ഞങ്ങൾ ഈ കുട്ടിച്ച് കളി കൊണ്ട്, അതായത് നമ്മൾ മണ്ണിൽ തന്നെ ഇങ്ങനെ വീടുണ്ടാക്കും, ഒരു റൂമെല്ലാം വരച്ച് ഇങ്ങനെ വീടുണ്ടാക്കിയിട്ട് അതിലാണ് ഞങ്ങൾ കളിക്കല്. സാരി ഞൊറിവെല്ലാം കറക്റ്റ് വരണം. ഈ പറഞ്ഞ കാണിക്കുന്ന സമ്മതിക്കുന്നില്ല. ഇനി കെട്ടുന്ന പിന്നെ നിൽക്കുമോ അമ്മ എല്ലാം വെച്ച് കെട്ടാണോ? സാരിയുടെ പ്ലേറ്റ് ഇട്ടു, നമ്മളൊരു കെട്ടിട്ട് കൊടുത്തു. പാവം അമ്മാവ ഇത്ര പോരെ, ഇത് കണ്ടേ മതി. മീൻ മുറിക്കാൻ കത്തി പ്ലേറ്റ്. സാരി കൊള്ളൂലപ്പോ. നോക്കട്ടെ, ഞാനിനി പ്ലേറ്റ് നോക്കട്ടെ. പരാജയത്തിന്റെ പടി ഇങ്ങനെ വേണം, നമ്മ ഇങ്ങനെ ആക്കല്, ഇങ്ങനെ പിടിച്ചിട്ട്. അതെ, അങ്ങനെ വരുന്ന ടൈറ്റ് ആക്കണം പറ്റി. മുകളിൽ റെഡിയാക്കാം. അതായത് ബസ്സേ ഇതിനൊക്കെ കുറച്ച് പണിയുണ്ട്, അതാണ് നമ്മളിപ്പോൾ കുട്ടിച്ച് കളിക്കാത്തത്. അത് വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടാക്കി കവറിലാക്കി കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് എല്ലാവരും കളിക്കും. നല്ല ഒരു സ്ഥലത്ത് ആക്കലും ഉണ്ടായിനാണ്. അല്ല, രാത്രിക്കൽ ഉണ്ടാക്കുന്നവർ വീട്ടിൽ നിന്ന് നല്ല ഉണ്ടാക്കുന്നവരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നീ എന്തിയാക്കുന്നപ്പോ അങ്ങനെയുള്ള വഴി നമുക്ക് സാരി ഉടുപ്പിച്ച ഈ രൂപ എന്നിട്ട് നമുക്ക് കിട്ടിയ. പക്ഷേ ഇതാണ് അമ്മ സാരി ഉടുത്ത രൂപ നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ ഞൊറി ഇളകിയിട്ടുണ്ട്. നമുക്കിനി അമ്മക്ക് ഈ സാരി ഫ്ലോറൽ പ്രിൻ്റുള്ള സാരി ഉടുപ്പിച്ച് നോക്കാം. എന്തെങ്കിലും ഒന്നും നടക്കണമല്ലോ, പുറപ്പെട്ട സ്ഥിതിക്ക്. പുറപ്പെടു ഇത് നിൽക്കും അടുത്ത. അതെ, അത് നിൽക്കും. ഇത് വേണ്ട, ഇത് നല്ല ലെവലിൽ നിൽക്കുന്നുണ്ട്. മുടി അവസാനം കെട്ട പഠിപ്പുരയിലാണ്. മുടി ആക്കുന്നത് നമ്മൾ, ഇല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് മുറിച്ച് വെക്കുന്നതായിരിക്കും. അത് നല്ല ഉണ്ട് കേട്ടോ. ഇതാകുമ്പോ വാട്സ് ഞൊറിമാൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഞൊറിവ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഉണ്ടാവും ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തോ പറയണം, പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു, അതെ, ഒരു സമയത്ത് ഞങ്ങളുടെ കളി തന്നെ ഇതായിരുന്നു. ഇതൊക്കെ എന്തെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കിതൊരു നമ്മുടെ ജീവവായു എന്ന് പറയാം. കാരണം അത്രയ്ക്ക് നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു അന്ന്. എത്ര എല്ലാ പെൺപിള്ളേരും കൂടി ഞങ്ങളുടെ പിന്നെ ഇങ്ങനെ അതെ എന്ന് പറയാൻ പറ്റില്ല. ഉന്നതി ആയതുകൊണ്ട് അടുത്തടുത്ത് വീടുണ്ട്. അപ്പോൾ എല്ലാ പെൺപിള്ളേരും കളിക്കുന്നതാണ് ഇത് കേട്ടോ. ആൺപിള്ളേരും പെൺപിള്ളേരും ഒന്നിച്ച് തന്നെ കളിക്കുന്നത്. അവർക്ക് ഇത് ഇങ്ങനത്തെ കളിക്കാൻ അറിയില്ല, അവരിങ്ങനെ നമ്മൾ കളിക്കുന്ന ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ നമ്മുടെ അമ്മയുടെ സാരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുടി എന്താണ് എടുക്കൂ, കട്ട് ചെയ്യൂ, ഇത് മുറുക്കി പിടിച്ചോ, ടൈറ്റ് പിടിക്കണം. അങ്ങനെ നമ്മുടെ അമ്മയുടെ സാരി റെഡി ആയിട്ടുണ്ട്. സാരി നമുക്ക് പിന്നീട് ഒരു നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇതിന് നമ്മളെല്ലാ നൂലും ഇതേ ഡ്രസ്സിൻ്റെ നൂലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ അമ്മ സാരി ഉടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ ഇത് ശരിക്കൊരു രൂപം ആണ്. അമ്മയുടെ മുടി പകുതിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുടി ആയിട്ടാ ബാക്കി കാണിക്കാം. മുടി റെഡിയാക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മുടി റെഡിയാക്കട്ടെ. ഇത് ശരിയാവോ? ആവണേ, വേഗം വലിക്കാനോട്. അങ്ങനെ വലിച്ച വരില്ല, അങ്ങനെ വലിക്കുന്നില്ലല്ലോ. വരുന്നുണ്ട്. നമ്മുടെ അമ്മക്ക് മുടി ഉണ്ടാക്കാൻ പോകാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ. ആ സമയത്ത് ശരിക്കും കറുത്ത വെച്ചിട്ടാകുമ്പോൾ കോട്ടൻ്റെ ആകുമ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കും. ഇതും നൈസ് ആയതുകൊണ്ടാണ് അങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നത്. സ്ട്രൈറ്റ് ചെയ്ത് മുടിയാൻ പറ്റില്ല, സ്ട്രൈറ്റ് ചെയ്തത്.
ഇപ്പം നമ്മൾ കാലം മാറിയില്ലേ, അപ്പം മോഡിഫിക്കേഷൻ വരുത്തണമല്ലോ. ഇപ്പം ഇതൊക്കെ ഓർക്കാൻ തന്നെ കിട്ടുന്ന തന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല കേട്ടോ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണല്ലോ അവർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫോണിലായി, അവരും ഫോണിലായി, പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെല്ലാം മുമ്പ് നമ്മുടെ ചേച്ചിമാരും പിന്നെ ഏട്ടന്മാരെല്ലാം ഇതന്നെയായിരുന്നു മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ഇതന്നെ അവരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ പഠിക്കുന്നത്. അങ്ങോട്ട് പഠിക്കുന്ന ഒരാൾ ഇങ്ങോട്ട് പഠിക്കുന്നു. ലാസ്റ്റ് തീരാനും അങ്ങനെ പഠിക്കണം കേട്ടോ. അത് ഒരേ ഇങ്ങനെ പോകും. ലാസ്റ്റ് അടുത്തന്നെ മടിക്കാൻ മതി. മനസ്സിലായി. നമ്മുടെ മുടി റെഡി ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ഇത്രയും മുടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ, നമുക്ക് വെച്ചോക്കാം. പണ്ട് മുടിയില്ലാത്ത അമ്മയില്ല, മോളില്ല, എല്ലാവർക്കും മുടിയും വെക്കും, എല്ലാം വെക്കും. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു തൃപ്തിയാവില്ല കുട്ടിച്ചിക്ക്. ഇതാട്ടോ അമ്മക്ക് മുടി വെച്ച് കൊടുത്തത്. നമ്മൾ മുമ്പ് പിന്നിയൊക്കെ ഇടും. നമ്മുടെ അമ്മയും മോളും അച്ഛനും 3 പേരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയായിരുന്നു. ഇത്ര നല്ല ഇതിനേക്കാളും ഭംഗിയിൽ ഉണ്ടാക്കാൻ അറിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെ ആ ഒരു രീതിയിലേക്ക് എത്താനും പറ്റുന്നില്ല. നമുക്ക് ആ ഒരു മെറ്റീരിയലൊന്നും കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ. നിങ്ങളിങ്ങനെ കളിക്കാറുണ്ട്, നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് കളിക്കാറുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ പണ്ടത്തെ കാലത്തേക്ക് പോകാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യാം മസ്റ്റായിട്ട്. അയ്യോ അച്ഛൻ പോയി. നമ്മളിങ്ങനെ കളിക്കും. കളിക്കുന്ന രീതിയൊന്നും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് റൂമൊക്കെ ഉണ്ട് അങ്ങനെ. ഇടി ചോറ് എടുത്ത് വെക്കേ. ചോറോ? ഓക്കെ, ഞാൻ ഇപ്പം കൊണ്ടുവരാം, ഒരു മിനിറ്റ്. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അല്ല, മുമ്പ് ഇങ്ങനെ തന്നെ കേട്ടോ സംസാരിക്കുക. അങ്ങനത്തെ എന്തൊക്കെയോ കളികളാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.